ഹലോ, ഇന്ന് നമുക്ക് നല്ല സ്വീറ്റ് ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ബട്ടർ കുക്കി അല്ലെങ്കിൽ നാൻ കട്ടായി അതുണ്ടാക്കുന്ന എങ്ങനെ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ml ഒരു മഗ്ഗാണ് എടുത്തേക്കുന്നത്. എല്ലാ മെഷർമെൻറ്റും ഞാനിന്ന് മഗ്ഗിലാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല ഈസിയാണ് ഇതുണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗറാണ്. ഇത് ഞാനൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. കാസ്റ്റർ ഷുഗറും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇത് നമുക്ക് ഒരു മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫ്ലേവർ. അപ്പം ഞാനിവിടെ ചേർക്കുന്നത് ഏലക്കയാണ്. ഒരു 2 ഏലക്കയുടെ കുരു, 2-3 ഏലക്കയുടെ കുരു എടുത്ത് നന്നായിട്ട് പൊടിച്ചിട്ട് ആവശ്യമുള്ളത് ചേർക്കുകയാണ്. നിങ്ങൾക്ക് വാനിലയോ വേറെ ഏതെങ്കിലും ഫ്ലേവറാണ് വേണ്ടതെങ്കിൽ അത് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മൈദ. 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് മൈദ, 1 കപ്പ് ഷുഗർ. ഇനി ഇത് ഞാനൊരു കണ്ടകലമുള്ള ഒരു അരിപ്പയിലേക്കൂടെ അരിച്ചാണ് ഇടുന്നത്. അരിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി. നമ്മളൊരു ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്, റോസ്റ്റഡ് റവ. ഇതൊരു നല്ല ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അത് ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 2 ടീസ്പൂൺ റവ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു ലാർജ് സൈസ് എഗ്ഗ്, അതിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ. അപ്പം ബട്ടർ ഞാനിത് സോഫ്റ്റ് ആൻഡ് ബട്ടറാണ് എടുത്തേക്കുന്നത്. സെയിം മഗ് തന്നെയാണ്. നമുക്കൊരു 1/2 കപ്പ് വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് മെഷർമെൻറ്റിന് പാടായതുകൊണ്ട് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുണ്ട്, ഇപ്പോൾ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ മുട്ടയും എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നോക്കാം 1/2 കപ്പ് ആയോ നോക്കാം. ഇത് 1/2 കപ്പ് ആയിട്ടില്ല. അപ്പം ഞാനിതിലേക്ക് കുറച്ചുകൂടി ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ 1/2 കപ്പ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പഞ്ചസാരയിലേക്ക് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ 1/2 കപ്പിൽ കൂടുതൽ ഒരിക്കലും ആവരുത്. കാരണം ഇതിനൊരു ഒത്തിരി നനഞ്ഞ കൺസിസ്റ്റൻസി അല്ല വേണ്ടത്. അതുകൊണ്ടാണ് 1/2 കപ്പ് എടുക്കാവുള്ളൂ. 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് മൈദ, 1/2 കപ്പ് വെറ്റ് ഇൻഗ്രീഡിയൻസ്. നമ്മളെല്ലാ വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ 1/2 കപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി യോജിപ്പിക്കാം. കുറച്ച് ബട്ടറൊക്കെ അതിനകത്ത് അലക്കാനുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരം കൂടെ. അപ്പോൾ ഫുള്ള് മെൽറ്റഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഈസിയാണ്. ആ പഞ്ചസാര ഒന്നും അലത്ത് കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ. നന്നായി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കാം. തുടർച്ചയായിട്ട് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാനായിട്ട് നല്ല എളുപ്പം ഉണ്ടാകും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇതുണ്ട്, ഇതിപ്പം ഇനി ബാക്കിയുള്ള പൊടി കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇതുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വരേണ്ടത്. അപ്പം ഇതിലൊട്ടും നനവ് കൂടാൻ പാടില്ല. അപ്പം ഇത് നനവ് കൂടിയാൽ തന്നെ ഒരു 2 ടീസ്പൂൺ മൈദ ഇട്ട് കുഴച്ച് നോക്കുക. ഇതിങ്ങനെ കുഴച്ച് വരുമ്പോൾ കയ്യിൽ പറ്റാനും പാടില്ല, എന്നാൽ ഇച്ചിരി പൊട്ടി പോകുന്ന ഒരു കൺസിസ്റ്റൻസി വരണം. അല്ലെങ്കിൽ നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ നന്നായി ഫ്ലാറ്റായി പോകും. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാവാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി ഫ്ലാറ്റനാക്കിയിട്ടുണ്ട്, കാരണം ഞാനൊരു കുക്കി മോഡലാണ് ഉണ്ടാക്കുന്നത്. നാൻ കട്ടായി ആണെങ്കിൽ ഉരുട്ടി തന്നെ എടുത്തിട്ട് ചെറിയൊരു കുഴിവ് മേളിൽ വരുത്തി, അത് കാരണം കുഴിവ് വരുത്തുന്നത് നമ്മൾ എന്തെങ്കിലും ടോപ്പിങ് വെക്കുന്നുണ്ടെങ്കിൽ അത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിതെല്ലാം ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് സെസ്മി സീഡ്സ് ആണ്. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് മേളിലൊന്ന് ചെറിയൊരു കുഴിവുണ്ടാക്കി അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുവാണ്. അപ്പം ഞാനിതെല്ലാം അങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ പോവാണ്. ഇനിയിപ്പം നമ്മളിത് ബേക്ക് ചെയ്യുന്നത് ഞാനിപ്പം 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സാണ് ബേക്ക് ചെയ്യുന്നത്.
അപ്പോൾ എൻ്റെ ഗ്യാസ് മാർക്കാണ്. ഗ്യാസ് മാർക്ക് 3-ൽ ഞാൻ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ട്രൈറ്റ് ഉപയോഗിക്കാം, പക്ഷേ ഇച്ചിരി ഒരു സോഗിയായിരിക്കും. പക്ഷെ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നല്ല ക്രഞ്ചിയാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. കുട്ടികളെല്ലാം ഇഷ്ടപ്പെടുന്ന, നമ്മൾ നന്നായിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് അറിയിക്കുക. എന്നാലേ വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു നല്ലൊരു പ്രചോദനം കിട്ടുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.